ഞാൻ പല രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. ജീവിതത്തിൽ നമുക്ക് ഒരു പരാജയം വന്നാൽ ആരും കൂടെ ഉണ്ടാവില്ല. ആ പരാജയങ്ങൾ സ്വയം മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമേ അതിനായിട്ട് ഒരു സൊല്യൂഷനുള്ളൂ. ഒരു പാർട്ടി നമ്മുടെ ജീവിതം ശരിയാക്കി തരും, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കും, അവർ നമ്മളെ ചേർത്ത് നിർത്തും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരു പാർട്ടിയുടെ പിന്നാലെ പോകും. അവിടെ ചെന്നാൽ അവിടെയും അവഗണനയാണ്. അത് കഴിഞ്ഞാൽ വേറൊരു പാർട്ടി പോകും, അവിടെയും ഇതേപോലെ അവഗണന. അങ്ങനെ എത്ര പാർട്ടിയിൽ പോയാലും അവഗണനയാണ്. ഈ ചാണക്യൻ മുമ്പ് പറഞ്ഞൊരു വാക്കുണ്ട്, സമ്പത്ത് ഉള്ളവരുടെ അരികത്തേക്ക് അധികാരം ഇങ്ങോട്ട് വരും, സമ്പത്ത് ഇല്ലാത്തവർ അധികാരം തേടി അങ്ങോട്ട് പോകേണ്ടി വരും. ഇതാണ് സാധാരണ സംഭവിക്കാറുള്ളത്. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ബന്ധുക്കളോ നാട്ടുകാരോ നമ്മുടെ കൂടെ പഠിച്ച സുഹൃത്തുക്കളോ നമ്മളെ രക്ഷിക്കാൻ വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. കാരണം അതൊരിക്കലും ഉണ്ടാവില്ല. നമ്മൾ നമ്മളുടെ ജീവിതം രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു മാനസിക രോഗം ഉള്ളവർ അത് ഗുളിക കഴിച്ചിട്ട് നോർമലായിട്ട് പോയാലും നമ്മളെ ഒരു സാധാരണ മനുഷ്യനായിട്ട് കാണുന്ന ഒരു സമൂഹമല്ല കേരളം. അത് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് ജീവിച്ചു പോകാൻ ഒരു തൊഴിലല്ല 10ഓളം തൊഴിലുണ്ടായിട്ടും ആ തൊഴിലിൽ സ്വന്തമായി ചെയ്യുന്ന ആ തൊഴിലിൽ സഹകരിക്കണം. അതിന് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ സഹകരിക്കണം. അങ്ങനെ സഹകരിക്കാതിരുന്നാൽ നമ്മൾ സ്വന്തമായി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തടസ്സപ്പെടും. ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ, ഒരു പട്ടികജാതിക്കാരനായ ഹിന്ദു യുവാവ് സ്വന്തമായിട്ടൊരു പ്രിൻറ്റിംഗ് പ്രസ് തുടങ്ങി, ഇൻഷുറൻസ് ഏജൻസികൾ തുടങ്ങി, ഹോം ലോൺസ് തുടങ്ങി, പിന്നെ വി ഹെൽപ്പ് എന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവെക്കുന്ന ഒരു പരിപാടി തുടങ്ങി. അതുപോലെ ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള പല പല കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതായത് മില്ലിൽ പോയിട്ട് അരി പൊടിപ്പിച്ച് കൊണ്ടുവന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ധാന്യങ്ങൾ പൊടിപ്പിച്ച് കൊണ്ടു കൊടുക്കുക, കൊപ്പര കെട്ടി കൊണ്ടു കൊടുക്കുക, അതുപോലെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങി കൊണ്ടു കൊടുക്കുക, ബാങ്കിൽ പോയിട്ട് ക്യാഷ് അടയ്ക്കുക. ചില ആളുകൾ എ ടി എം കാർഡ് തന്നിട്ട് പാസ്വേഡും പറഞ്ഞ് തന്നിട്ട് പൈസ മേടിച്ച് കൊണ്ടു കൊടുക്കാറുണ്ട്. ഇതൊക്കെ മറ്റൊരാൾക്ക് കുറച്ച് പേർക്ക്, വളരെ 5ഓ 6ഓ പേർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അത് കുറച്ച് കൂടുതൽ ആളുകൾ സഹകരിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ആ ജോലി കൊണ്ടുള്ള പ്രതിഫലം കൊണ്ട് എൻ്റെ കുടുംബം കഴിയും. അപ്പോൾ നമ്മുടെ നാട്ടിൽ അവഗണന എന്ന് പറഞ്ഞ സംഭവം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്, ഒറ്റപ്പെടുത്തലുകൾ, കളിയാക്കലുകൾ, പരിഹാസം എന്നിവ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എത്ര നിഷ്കളങ്കമായി സ്നേഹിച്ചാലും ചില ആളുകൾ സ്നേഹിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ ആ സ്നേഹം സ്വീകരിക്കാത്ത രീതിയിലാണ് ആളുകൾ എന്നോടൊക്കെ പെരുമാറാറുള്ളത്. അത്രയ്ക്ക് അവഗണനകൾ ഞാൻ സഹിക്കാറുണ്ട്. ഒരു മാനസിക രോഗി എന്ന നിലയിൽ ഒരു സമൂഹം നമുക്ക് കെയറും പ്രൊട്ടക്ഷനും ഒക്കെയാണ് തരേണ്ടത്. അതിന് പകരം നമ്മൾ ജീവിക്കാൻ പറ്റാതാക്കുന്ന രീതിയിൽ നമ്മുടെ തൊഴിലിൽ സഹകരിക്കില്ല. അപ്പോൾ നമുക്കാരും വെറുതെ പൈസ തരണ്ട, വെറുതെ ചില ആളുകൾക്ക് ഭിക്ഷ തരണ പോലെ അതും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അത്യാവശ്യം സാമ്പത്തിക
ശേഷിയുള്ളൊരു കുടുംബം, അല്ലെങ്കിൽ അത്യാവശ്യം ഭൂസ്വത്തുള്ള കുടുംബം. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ കള്ളുകുടി നിമിത്തമുള്ള ആ ദുഷ്ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ അച്ഛന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്തതിൻ്റെ ദുഷ്ഫലമാണെങ്കിൽ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു മുതലാളിയായിട്ടുള്ള ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു, ഒരു 5000 റുപ്യ കടം തരുമെന്ന് ചോദിച്ചു. 2-3 പേരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്തിനാ നിനക്ക് പൈസ തരുന്നത്? നിൻ്റെ ഓട്ടോറിക്ഷയിൽ പാട്ടും കേട്ടിട്ട് തെണ്ടി കിടക്കാനായിരുന്നു. പാട്ട് കേൾക്കുന്നത് ഒന്ന് ടെൻഷൻ മാറാനാണ്. ടെൻഷൻ മാറാൻ പാട്ട് കേൾക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓരോ പാട്ടിനനുസരിച്ച് നമുക്ക് മൈൻഡിന് ഭയങ്കര വ്യത്യാസം വരും. ഒരു ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നല്ല നല്ല പാട്ടുകൾ കേട്ട് നമുക്ക് മാറ്റം വരും. അതുപോലെ ഭക്തിഗാനങ്ങൾ, ഏത് മതത്തിൽ, ഞാൻ ക്രിസ്തു മതത്തിലെ ഭക്തിഗാനങ്ങൾ കേട്ടൊരു പോസിറ്റീവ് എനർജി കിട്ടും. ഈ മുസ്ലിം മതത്തിൽ മാപ്പിളപ്പാട്ടുകളും അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളും കേട്ടൊരു സ്നേഹോഷ്മളമായ ഒരു മനസ്സ് നമുക്ക് കൈവരും. അതേപോലെ തന്നെ ഹിന്ദു ഭക്തിഗാനങ്ങൾക്ക് അതിൻ്റേതായ പവറുണ്ട്, മന്ത്രങ്ങൾക്ക് പവറുണ്ട്. അതുപോലെ സ്തോത്രങ്ങൾ, സ്തുതികൾ, അതിനൊക്കെ ഹൈ പവറുള്ള ഭക്തിഗാനങ്ങളും അല്ലെങ്കിൽ കീർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പാട്ടുപെട്ടി കൂടെ ഇതൊക്കെ കേൾക്കുന്നതിൻ്റെ ഉദ്ദേശം എത്ര വലിയ പ്രതിസന്ധി കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അറിയോ? ആ പ്രതിസന്ധിയിൽ തളർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കേൾക്കണത്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മുടെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തൊട്ടിട്ട് സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടത്ര സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്താൻ സഹായിക്കുക. അതായത് ഞാൻ സൗജന്യം കൊടുക്കണം എന്നല്ല പറയണത്. സൗജന്യം കഴിയുന്ന അത്ര കൊടുക്കാൻ പാടില്ല. അതായത് പെൻഷൻ, സാമൂഹിക പെൻഷൻ കൊടുക്കുന്നത് ഏറ്റവും അടിത്തട്ടിലുള്ള ആൾക്കാർ, ഏറ്റവും അത്യാവശ്യമായ രോഗികൾ, ഏറ്റവും അത്യാവശ്യപ്പെട്ട വൈകല്യങ്ങളുള്ളവർ, മാനസിക വൈകല്യങ്ങളുള്ളവർക്കേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഒരു വ്യക്തിനെ ആ വ്യക്തി ചെയ്യുന്ന തൊഴിലുകൾ, അത് സംരംഭങ്ങളായാലും അതുപോലെ വ്യവസായ സംരംഭങ്ങളായാലും കച്ചവട സംരംഭങ്ങളായാലും സേവന സംരംഭങ്ങളായാലും അതിന് ജനങ്ങൾ സഹകരിക്കണം. ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നോക്കുമ്പോൾ, ഈ കച്ചവടം ചെയ്യാൻ ഒരു ചെറുകിട കച്ചവടം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വ്യവസായം ചെയ്യുമ്പോൾ, കുടിൽ വ്യവസായങ്ങൾ ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കില്ല. കാരണം അതൊരു മുതലാളിയായി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ്. ഒരു ഈ കമ്മ്യൂണിസം ഇവിടെ നാട്ടിൽ വേര് പിടിച്ചോട് കൂടിയിട്ട് തൊഴിലാളി മുതലാളി എന്നുള്ള സങ്കല്പം വേരോടി. അത് സത്യം പറഞ്ഞാൽ ഒരു കാലത്ത് അത് ആവശ്യമുണ്ടായിരുന്നു. ഇന്നത് അതിൻ്റെ ആവശ്യമില്ല. നാട്ടിൽ കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടായിട്ട് അത് വിജയിച്ച് പോയ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടും. പ്രൈവറ്റ് മേഖലയിൽ കേരളത്തിലൊരു ചെറുകിട കച്ചവടം, ചെറുകിട വ്യവസായം തുടങ്ങി വിജയിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഞാൻ കുന്നംകുളം ടൗണിൽ തന്നെ ചില കച്ചവട സ്ഥാപനങ്ങളിൽ അഭൂതപൂർവമായ തിരക്കാവുക. അതേസമയം ഭൂരിപക്ഷം വരുന്ന കടകളിൽ ഈച്ചേനായിട്ടിരിക്കാവുക. ഇപ്പോൾ സ്വർണ്ണക്കട ആയിക്കോട്ടെ, വസ്ത്രം വിൽക്കുന്ന കട ആയിക്കോട്ടെ, സ്റ്റേഷനറി കട ആയിക്കോട്ടെ, ചെരുപ്പ് കട ആയിക്കോട്ടെ, ചായക്കട ആയിക്കോട്ടെ, ഹോട്ടലായിക്കോട്ടെ, ചില കടകളിൽ അമിതമായ കച്ചവടം, അതായത് വളരെ ഒരു 5% കടകളിൽ വ്യത്യസ്ത രൂപത്തിലുള്ള കടകളിൽ അല്ലെങ്കിൽ അതിലൊക്കെ ഗംഭീര കച്ചവടമാവുക. അതേസമയം 95% കടകളിലത്തെ മുതലാളിമാരും തൊഴിലാളികളും പുറത്തേക്ക് വായും പൊളിച്ച് ചിരിക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ കാണുന്നത്. ഒന്ന് അമിതമായി തിരക്കുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് അവിടെ ക്യൂ നിൽക്കാനും
അവരൊന്ന് ഡോറടച്ചിട്ട് ലോക്ക് ചെയ്താൽ അവിടെ ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട്. അതേസമയം അപ്പുറത്ത് ഒരു കച്ചവടം ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ ഒരു തിരക്കുണ്ടാവില്ല. അപ്പം അവിടെ പോയിട്ട് 10 രൂപ കൂടിയാൽ തന്നെ നമുക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് എന്താ കുഴപ്പം? പിന്നെ ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സഹായം എന്ന് പറഞ്ഞാൽ അവന് പണം കൊടുത്ത് സഹായിക്കണ്ട. ഓരോ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മേടിക്കുക, ആവശ്യമുള്ള സേവനങ്ങൾ ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ ആ വ്യക്തി വളരും. നമ്മുടെ സമൂഹത്തിൽ ഒരു മാനസിക രോഗികൾക്ക് വേണ്ട പിന്തുണയും സ്നേഹവും സഹായവും കാരുണ്യവും അനുകമ്പയാണ് കൊടുക്കേണ്ടത്. എന്നിട്ട്